ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. വീട്ടിൽ പൊരിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും ഒന്ന് ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. വലിയൊരു റെസിപ്പി ഒന്നുമല്ല, പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. ആദ്യം ഇതിലേക്കായിട്ട് ഒരു 2 കപ്പ് അളവിൽ പൊരിയാണ് വേണ്ടത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. കുറേ സമയം വറുത്ത് കളർ മാറ്റി എടുക്കുകയൊന്നും വേണ്ട, ഒന്നങ്ങ് ചൂട് തട്ടിയാൽ തന്നെ മതിയാകും. അതായത് ഒന്നിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നല്ലതായിട്ട് പൊടിയായിട്ട് വരില്ല, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടായാൽ മതി. ഇനിയിപ്പോൾ തണുത്തിരിക്കുന്ന പൊരിയൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് കൂടുതലൊന്ന് വറുത്തെടുത്താലും മതിയാകും. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവണം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ആ ഒരു ചൂടുള്ള വെള്ളത്തിൻ്റെ മേലേക്ക് ഇതുപോലെ ഒരു ബൗളിൽ ചോക്ലേറ്റ് എടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് ഒന്നങ്ങ് മെൽട്ടാക്കി എടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആക്കി ഇട്ടിട്ട് ആദ്യം ഇതുപോലെ ചൂടങ്ങ് തട്ടുന്ന സമയത്ത് ഒന്നങ്ങ് മിക്സാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 2-3 പ്രാവശ്യം ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ മെൽട്ടായിട്ട് കിട്ടും. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്ത് ചൂടാക്കി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ മതി, അധികം ചൂടായിട്ടൊന്നും ഉണ്ടാവില്ല അത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പൊരി ഉണ്ടല്ലോ, അതിട്ടിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ചേർത്ത് മിക്സാക്കി എടുത്താൽ മതിയാകും. നമ്മൾ എടുത്തിട്ടുള്ള ഈ 2 കപ്പ് അളവിലേക്ക് ഈ ഒരു ചോക്ലേറ്റ് കറക്റ്റ് അളവ് തന്നെയായിരിക്കും. ഇനി ഇത് വേഗം തന്നെ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് ഇതുപോലെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എപ്പോഴും ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ, കാരണം പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തുന്നല്ല ആ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കിയെടുത്താൽ മതിയാകും. ഇനി അതല്ല ചെറിയ ഇങ്ങനെ ബോളായിട്ട് ഷേപ്പിൽ മതിയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഓരോ സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് കയ്യിലെടുത്ത് ചെറുതായിട്ട് നുണ്ട പോലെ ആക്കിയിട്ട് വെച്ച് കൊടുത്താലും മതിയാവട്ടെ. എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ കാണുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ ഭംഗി ഉണ്ടാവും, കഴിക്കാൻ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചെടുക്കുക കേട്ടോ. താഴെ ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിലായി കിട്ടും. എന്നിട്ട് തിരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങ് എടുക്കാനായിട്ടും പറ്റും. ആ ബട്ടർ പേപ്പറിൽ എപ്പോഴും ഒരു ഇത്തിരി ബട്ടറോ എണ്ണയായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ച് കഴിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ റെസിപ്പിയാണ്, ഒരുപാട് പറയാനൊന്നുമില്ല. നമ്മുടെ ആ ഒരു പൊരിയും ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ട്, പക്ഷേ കഴിക്കുന്ന സമയത്ത് അടിപൊളി തന്നെയാണ് കേട്ടോ. ഈ ഒരു അളവിൽ ഉണ്ടാക്കാനും കുട്ടികൾക്കൊക്കെ കുറച്ച് കൂടുതൽ തന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഇത്തിരിയൊക്കെ എടുത്ത് കൊടുക്കാനായിട്ടുണ്ടാവും. 1-2 പീസ് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി, ഒരു ബോക്സിലിട്ടിട്ട്. എപ്പോഴെങ്കിലും വീട്ടിൽ പൊരിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്